എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതും അതേസമയം തന്നെ കുറച്ച് സങ്കീർണവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ യുവജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ പെരുമാറ്റങ്ങളെയും ജീവിത വീക്ഷണത്തെയും രൂപപ്പെടുത്തുന്ന ഫിലോസഫികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനും അവയെക്കുറിച്ച് ചർച്ച ചെയ്യാനും ചില പ്രതിവിധികൾ കണ്ടെത്താനും ഒക്കെയുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇക്കാര്യം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നിരവധി ആശയങ്ങൾ സമ്മേളിക്കുന്ന ഒരു സംഗമഭൂമിയായി ക്യാമ്പസുകളും യുവാക്കളുടെ ഒത്തുചേരലിടങ്ങളും മാറുന്നു എന്നുള്ളത് ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. 18 മുതൽ 25 വയസ്സ് വരെയുള്ള യുവാക്കളുടെ കാര്യമെടുത്താൽ ആ കാലഘട്ടത്തിലാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലേക്കും വഴിതെറ്റുകളിലേക്കും ഒക്കെ ആളുകൾ നയിക്കപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ നല്ല ഉറപ്പും ധാരണയുമുണ്ട് എന്ന് ചിന്തിക്കുന്ന യുവതി ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ക്യാമ്പസുകളിലും അവരുടെ ജോലിസ്ഥലങ്ങളിലും നടക്കുന്ന ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഇടയിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവരവരുടെ വിശ്വാസത്തെക്കുറിച്ച് സന്ദേഹമുള്ളവരായിട്ട് തീരുന്നു. ചിലർ വിശ്വാസത്തിൽ ദുർബലരായിട്ട് തീരുന്നു. ചിലർ മറ്റ് ചില ഫിലോസഫികളെ പുൽകാനായിട്ട് തയ്യാറെടുക്കുന്നു. വേറെ ചിലർ അവരുടെ ജീവിതത്തെ സന്തോഷഭരിതമാക്കും എന്ന് കരുതി മയക്കുമരുന്നുകളിലേക്കും അതുപോലെയുള്ള വസ്തുക്കളിലേക്കും അഭയം തേടുന്നു. അങ്ങനെ വളരെ സങ്കടപൂർണമായ, അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാൻ ശ്രദ്ധ തീർച്ചയായും കൊടുക്കാൻ ആവശ്യമുള്ള നിരവധി മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമായും ഈ യൗവനത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മഹാകവി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ പറയുന്നത് പോലെ ഒരു പ്രസ്താവന പറയേണ്ടതായിട്ട് വരും. ഒരു നിശ്ചയമില്ലൊന്നിനും, വരും ഓരോരോ ദശ വന്ന പോലെ പോവും എന്നാണ് സീതയിൽ കുമാരനാശാൻ വിശേഷിപ്പിച്ചത്. ഒരുപക്ഷെ ഇത് ക്യാമ്പസിനെക്കുറിച്ചോ യുവാക്കൾ ചേരുന്ന ഇടത്തെക്കുറിച്ചോ ആണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത്ര വലിയ സമാനത ആ കാര്യത്തിൽ നമുക്ക് കാണാം. ഒരു കാലത്ത് ഗൗരവപൂർണ്ണമായ ചർച്ചകളൊക്കെ നടന്ന ഇടമാണ് ക്യാമ്പസുകൾ. ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതേപോലെ സ്വത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള ധാരണകൾ രൂപപ്പെടുന്ന ഇടങ്ങളായിരുന്നു ക്യാമ്പസുകൾ. രാജ്യത്തിന് വേണ്ടിയും ജനതയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവചേതനയുടെ സംഗമഭൂമിയായിരുന്നു ക്യാമ്പസുകൾ. എന്നാൽ ഇന്ന് എന്ത് ചവറിനും വിശ്വസിക്കുന്ന, ഏത് കാര്യത്തെയും ആഘോഷമാക്കി മാറ്റുന്ന, കഴമ്പില്ലാത്ത ആഴമില്ലാത്ത ഏത് തിന്മയെയും ആശ്ലേഷിക്കുന്ന, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സംഘർഷമുണ്ടാക്കുന്ന, മയക്കുമരുന്നുകളുടെ സൂപ്പർ മാർക്കറ്റുകളാകുന്ന, പ്രണയത്തെയും ലൈംഗികതയെയും മൃഗതൃഷ്ണയ്ക്ക് തുല്യമാക്കി മാറ്റുന്ന ഒരിടമായിട്ട് ക്യാമ്പസുകളും യുവതിയുടെ ജോലി ഇടങ്ങളും മാറുന്നു എന്നുള്ള സങ്കട കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. എന്നുവെച്ച് ക്യാമ്പസിൽ നല്ല കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലെന്നോ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നോ ഒന്നും അർത്ഥമാക്കരുത്. യുവത ചിന്തിക്കുന്ന, സംവദിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അവയെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്താം. യൗവനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അതിനു മുമ്പിലുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറയാതെ വയ്യല്ലോ. ബാല്യവും കൗമാരവും കടന്നാണല്ലോ ഒരു വ്യക്തി യൗവനത്തിലേക്ക് എത്തുന്നത്. പണ്ട് കാലത്തേക്കാൾ അസ്വസ്ഥമായ ബാല്യ കൗമാരങ്ങളാണ് ഇന്നത്തേത് എന്ന് നമുക്കറിയാം. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയൊക്കെ തണലിൽ, സമൂഹത്തിൻ്റെ സംരക്ഷണയിൽ, സഭയുടെ ഒക്കെ കരുതലിൽ ജീവിച്ച് ഒരു സ്വയം പര്യാപ്തതയുടെ യൗവനത്തിലേക്ക് എത്തുന്ന കാലഘട്ടമാണ് കൗമാരം. എന്നാൽ കൗമാരം ഒരു നൂൽപ്പാലം പോലെ ദുർബലവുമാണ്. കൗമാരത്തിൽ, പ്രത്യേകിച്ച് ടീനേജിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് ആരാണ് ഞാൻ എന്നുള്ള വിഷയമാണ്. സ്വന്തം സ്വത്വബോധത്തെക്കുറിച്ചുള്ള ഒരു വലിയ അന്വേഷണം ആ കാലഘട്ടത്തിൽ ആരംഭിക്കുകയാണ്. ഞാൻ ആരാണ്? എന്താണ് എൻ്റെ മൂല്യങ്ങൾ? എൻ്റെ സ്വത്വബോധത്തിൻ്റെ ആധാരം എവിടെയാണുള്ളത്? ഈ ഭൂമിയിൽ, ഈ വലിയ ഭൂമിയിൽ, ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുള്ള ഈ സമൂഹത്തിൽ എൻ്റെ ഇടവും സ്ഥാനവും എവിടെയാണ്? ഇത്തരം സങ്കീർണവും അസ്വസ്ഥജനകവുമായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ മതിക്കുന്ന മനസ്സുമായാണ് ഒരു യുവാവും യുവതിയും ക്യാമ്പസിലേക്ക് എത്തുന്നത്. അവിടെ അവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ സ്വീകരണ ബാനറാണ്. അതിൽ വലിയ 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ആ അക്ഷരങ്ങൾ ഇവയാണ്: DEI.
D for diversity, E for equity and I for inclusivity. വൈവിധ്യം, സമത, ഉൾക്കൊള്ളൽ എന്നിങ്ങനെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. വൈവിധ്യം, സമത, ഉൾക്കൊള്ളൽ, അതാണ് DEI. എല്ലാ വൈവിധ്യങ്ങളെയും വ്യത്യാസങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഇടമായിട്ട്, അതിന് സമത നൽകുന്ന ഇടമായിട്ട് ക്യാമ്പസുകൾ മാറുന്നു. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ആശയഗതികൾ സമ്മേളിക്കുന്ന ഒരിടമായിട്ട് ക്യാമ്പസുകൾ മാറുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു തരം കോരിത്തിരിപ്പുണ്ടാക്കുന്ന സുന്ദരമായ ഉദാത്തമായ ആശയങ്ങൾ എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. എന്നാൽ ക്രൈസ്തവ ലോകവീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ, ബൈബിളിൻ്റെ അടിസ്ഥാന ചിന്തകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ, ഈ വാക്കുകളെ ഒന്ന് വിലയിരുത്തിയാൽ അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ വിചാരധാരകൾ എത്രമാത്രം അപകടകരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഗംഭീരമായ വാക്കുകളാണെങ്കിലും അവയുടെ പിന്നിലുള്ള ആശയങ്ങൾ പലപ്പോഴും സത്യത്തോടും യാഥാർത്ഥ്യത്തോടും പൊരുത്തപ്പെടുന്നവയല്ല എന്നുള്ളതാണ് വാസ്തവം. ഡൈവേഴ്സിറ്റി അഥവാ വൈവിധ്യം എന്ന വാക്കിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക. വൈവിധ്യങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ എല്ലാ വൈരുദ്ധ്യങ്ങളും വ്യതിരക്തതകളും ഒരുപോലെ ഗുണകരമല്ല, സ്വീകാര്യവുമല്ല. ശരിതെറ്റുകളെ അളക്കുവാൻ ആത്യന്തികമായ അളവുകോലുകൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലേ വൈവിധ്യങ്ങളെല്ലാം ശരിയാവുകയുള്ളൂ. ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് ക്യാമ്പസിൻ്റെ സമൂഹമോ ചുറ്റുമുള്ള ലോകമോ അല്ല. എല്ലാ ധാർമ്മികതയുടെയും പിന്നിൽ ധാർമ്മിക നിയമങ്ങളുടെ ദാതാവായ ദൈവമാണുള്ളത്. വൈവിധ്യങ്ങളെല്ലാം എപ്പോഴും നന്മയായിക്കൊള്ളണമെന്നില്ല. എക്വിറ്റി അഥവാ സമത എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന അവസര സമത്വം എന്നുള്ള ആശയമാണത് എന്ന് ഒരു ധ്വനി അതിലുണ്ട്. എന്നാൽ ആ അവസര സമത്വം ഉറപ്പാക്കുന്ന ഒരു തുല്യതയെക്കുറിച്ചല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമതയെക്കുറിച്ചാണ് എക്വിറ്റി സംസാരിക്കുന്നത്. അവിടെ എല്ലാവരും എത്തിച്ചേരുന്ന ഒരു ലക്ഷ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ നേടുന്നു. അതിനായി കഴിവും ശേഷിയും സർഗാത്മകതയും ഒക്കെ ഉള്ളവനിൽ നിന്ന് എടുത്ത് അതില്ലാത്തവന് നൽകി അവരെ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഔട്ട്കമ്മിലാണ് ശ്രദ്ധ മുഴുവൻ. ഇനി ഇൻക്ലൂസിവിറ്റി അഥവാ ഉൾക്കൊള്ളലിനെ കുറിച്ച് സംസാരിച്ചാലോ? എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നതായി മാറുമ്പോൾ, തിരുത്തൽ അവകാശപ്പെടാൻ സാധിക്കില്ല എന്നതായി മാറുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്. ധാർമ്മിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ അത് അസഹിഷ്ണുതയായി മുദ്രകുത്തും. തിരുത്താനുള്ള ശ്രമം നടത്തിയാലോ അത് സദാചാര പോലീസിംഗായി മാറും, വിവേചനമാകും, പക്ഷപാതമാകും. അപ്പോൾ മനോഹരമായിട്ടുള്ള ചില വാക്കുകളാണ് ഇവിടെ ഉയർത്തി വച്ചിരിക്കുന്നത് DEI എന്നതിലൂടെ. പക്ഷേ അതിൻ്റെ പിന്നിൽ ആശയപരമായിട്ടുള്ള ചില വൈകല്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്വത്വബോധത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവുമായി ക്യാമ്പസിലേക്കും ജോലിസ്ഥലങ്ങളിലേക്കും എത്തുന്ന യുവതയ്ക്ക് മുമ്പിൽ അവർ മോഡലായി കാണുന്നത് ഒരു മോഡേൺ സെൽഫ് എന്നുള്ള ആശയമാണ്. ഒരു മോഡേൺ സെൽഫ് എന്ന ആശയമാണ്. ഒറ്റനോട്ടത്തിൽ സ്വീകാര്യമാണെന്ന് തോന്നും, വളരെ മോഹിപ്പിക്കുന്ന ഒരാശയമാണെന്ന് തോന്നും. എന്നാൽ അത്തരം ആശയങ്ങളെ ഉപയോഗിച്ച് ഒരു പുതിയ ലോകം അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ചിന്തകളെ വഴിതെറ്റിക്കുന്ന ഒരിടമായിട്ട് ക്യാമ്പസ് മാറുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ അപവംശത്തെക്കുറിച്ച്, അവർക്ക് സംഭവിച്ച അഭിശപ്തമായ വീഴ്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ അവിടെ വില്ലനായി കടന്നു വരുന്ന സാത്താൻ നടത്തുന്ന തന്ത്രപരമായ ഒരു ഇടപെടലിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. സാത്താൻ സ്ത്രീയെ സമീപിച്ചത് വളരെ വിദഗ്ധമായ ഒരു ചോദ്യവുമായിട്ടാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: വാസ്തവത്തിൽ ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കാൻ, ദൈവത്തിൻ്റെ നന്മയ്ക്ക് പകരം അസംതൃപ്തിയുടെ അംശം അവരുടെ ഉള്ളിലേക്ക് ഇടാൻ, അങ്ങനെ അവരുടെ സ്വയം നിർണയ അവകാശത്തെ തിന്മയിലേക്ക് ചായ്ക്കാൻ ആ വാക്കുകൾക്ക് കഴിഞ്ഞു. അവരെ വലിയ പതനത്തിലേക്ക് തള്ളിയിടുവാൻ ആ ശ്രമത്തിന് സാധിച്ചു. ഇവിടെയും ഏകദേശം സമാനമാണ്. വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിലെ ആശയങ്ങൾ വക്രീകരിക്കപ്പെട്ട ആശയങ്ങളാണ്. മേൽപ്പറഞ്ഞ വൈവിധ്യം, സമത, ഉൾക്കൊള്ളൽ അഥവാ DEI ആശയങ്ങളുടെ പിന്നിൽ അതിനേക്കാൾ ആഴമേറിയ ചില വിചാരധാരകളുണ്ട്. അവയെ പൊതുവെ പറഞ്ഞാൽ ക്രിട്ടിക്കൽ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സോഷ്യൽ തിയറീസ് എന്നൊക്കെ പറയും. ക്രിട്ടിക്കൽ റേസ് തിയറിയൊക്കെ അതിൻ്റെ ഭാഗമാണ്.
എന്ന് വെച്ചാൽ ആ സിദ്ധാന്തങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് പൊതുവെ ഒരു ആശയത്തിലേക്ക് ഒതുക്കിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹിക നീതി എന്നുള്ള ആശയമാണ്. എന്താണ് ഈ സാമൂഹിക നീതി? അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേരുകൾ വേഗത്തിൽ ഞാൻ പറയാം. ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള മൈക്കൽ ഫൂക്കെ, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജർമ്മൻ ചിന്തകന്മാർ, ആൻ്റോണിയ ഗ്രാംസിയെ പോലെയുള്ള സാംസ്കാരിക മാർക്സിസ്റ്റുകാർ, ഇവരൊക്കെ ചേർന്ന് പല കാലങ്ങളിൽ പലയിടങ്ങളിൽ ചേർത്ത് വെച്ച ആശയങ്ങളാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ചിന്തയുടെ പിന്നിൽ ഉള്ളത്. ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആശയം കേൾക്കുമ്പോൾ വളരെ സുന്ദരമായ ഒരു പദമാണ്. പ്രത്യേകിച്ച് നീതി എന്നുള്ളത് ദൈവവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ബൈബിളിലും നീതിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് മീഖായുടെ പ്രവചനം 6:8 ദൈവം മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യ, നന്മ എന്തെന്ന് ഞാൻ നിന്നെ കാണിച്ചു തന്നിട്ടില്ലേ? നീതി പ്രവർത്തിക്കുക, കരുണയെ സ്നേഹിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ ജീവിക്കുക, ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ സാമൂഹ്യ നീതിയെക്കുറിച്ച് നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നല്ലൊരു ആശയമല്ലേ? പക്ഷേ നമ്മുടെ ലോകത്തിൽ നോക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നോക്കുമ്പോഴും സാമൂഹ്യ നീതിക്ക് വേണ്ടി ഒരു മന്ത്രാലയവുമുണ്ട്, മന്ത്രിയുമുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിലുമുണ്ട് ഒരു മന്ത്രാലയവും മന്ത്രിയുമൊക്കെ. അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്നൊരു വിഷയമല്ലേ, പിന്നെ എന്തിനാണ് ഈ പ്രശ്നത്തെ ഇതിനൊരു പ്രശ്നമായി നാം കാണുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ അതൊരു നവ മാർക്സിസ്റ്റ് ആശയമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നവ മാർക്സിസം എന്ന് പറഞ്ഞാൽ? ക്ലാസിക്കൽ മാർക്സിസത്തെക്കുറിച്ച് നമുക്ക് ചില ധാരണയുണ്ട്. മനുഷ്യർ 2 തരമാണ് എന്നും, ആ 2 തരമെന്ന് പറഞ്ഞാൽ ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള 2 തരം. ഈ 2 തരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ 2 വർഗ്ഗങ്ങൾ തമ്മിൽ ഉള്ള അടിസ്ഥാന വ്യത്യാസം അവരുടെ സാമ്പത്തിക നില സംബന്ധിച്ചുള്ള വ്യത്യാസമാണ്. ഇവർ തമ്മിൽ എപ്പോഴും സംഘർഷത്തിലാണ്. ഈ സംഘർഷത്തിൻ്റെ ഒടുവിൽ ഇല്ലാത്തവൻ അല്ലെങ്കിൽ തൊഴിലാളി വർഗം ആധിപത്യം നേടുന്നു. ഇതാണ് ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ പിന്നിലുള്ള ചിന്താഗതി. ഹേഗലിൻ്റെ വൈരുദ്ധ്യാത്മക ആശയങ്ങളുടെ അടിത്തറയിൽ നിന്നാണല്ലോ മാർക്സിസം രൂപപ്പെട്ടു വന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് മാർക്സിസം വിജയിക്കാത്തത്? സമ്പത്തിൻ്റെ വിതരണം തുല്യതയുള്ള ഒരു സമൂഹത്തിലേക്ക് എന്തുകൊണ്ട് നയിച്ചില്ല? അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു ഭരണക്രമത്തിലേക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയാണ് ആൻ്റോണിയോ ഗ്രാംസിയെ പോലെയുള്ള ആളുകൾ കൾച്ചറൽ മാർക്സിസം അല്ലെങ്കിൽ നവ മാർക്സിസം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. അതിൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. ആ വാക്ക് കൾച്ചറൽ ഹെജിമിനി എന്ന വാക്കാണ്, അഥവാ സാംസ്കാരിക ആധിപത്യം എന്ന വാക്ക്. എന്ന് വെച്ചാൽ സാമ്പത്തിക വിതരണങ്ങൾ അത് എല്ലാവർക്കും ഒരുപോലെ നടത്തിയാൽ മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സാംസ്കാരികമായിട്ടുള്ള ആധിപത്യത്തിൻ്റെ ശ്രേണികളുമുണ്ട്. ഈ സാംസ്കാരിക നിയന്ത്രണം കൈയാളുന്ന ആ വരേണ്യവർഗത്തെ ഒതുക്കി നിർത്തിയാൽ മാത്രമേ, അവരുടെ അധികാര കേന്ദ്രങ്ങളെ തകർത്താൽ മാത്രമേ സോഷ്യലിസം യാഥാർത്ഥ്യമായി വരികയുള്ളൂ. അപ്പോൾ എപ്പോഴും 2 വർഗ്ഗങ്ങളുണ്ട്. അത് ക്ലാസിക്കൽ മാർക്സിസത്തിലായാലും സാംസ്കാരിക മാർക്സിസത്തിലായാലും നവ മാർക്സിസത്തിലായാലും അവിടെയെല്ലാം 2 തരങ്ങളുണ്ട്. ഈ 2 തരങ്ങൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ആധിപത്യം ഉള്ളവരും ആധിപത്യത്തിൻ്റെ കീഴിലുള്ളവരും, അല്ലെങ്കിൽ അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും. ഇവിടെ സാംസ്കാരിക ആധിപത്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ നിരന്തര സംഘർഷത്തിലാണ്. അങ്ങനെ അതിൻ്റെ അവസാനം ഈ സാംസ്കാരിക അധികാര കേന്ദ്രങ്ങൾ തകരുകയും എല്ലാവരും ചേർന്ന ഒരു സാമൂഹ്യ നീതി പുലരുന്ന ഒരു സമൂഹം രൂപപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ ആശയത്തിൻ്റെ പിന്നിലുള്ളത്. ഇന്നത്തെ ലോകത്തെ പോസ്റ്റ് ക്രിസ്ത്യൻ വേൾഡ് അല്ലെങ്കിൽ ക്രൈസ്തവാനന്തര ലോകം എന്നാണ് പൊതുവെ ചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രൈസ്തവ മാർഗത്തെയും ക്രൈസ്തവ ധാർമ്മികതയെയും എതിർവശത്ത് നിർത്താനും അതിനെയൊക്കെ ഒരു സാംസ്കാരിക ആധിപത്യത്തിൻ്റെ ശ്രേണിയിൽ ഒതുക്കാനും അതിൻ്റെ സ്വാധീനം തുടച്ച് നീക്കിയ ഒരു കാലഘട്ടത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആധുനിക ചിന്തകന്മാരാണ് ഈ ലോകത്തെ ക്രൈസ്തവാനന്തര ലോകം എന്ന് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹേഗലിൻ്റെയും മാർക്സിൻ്റെയൊക്കെ ചിന്തകളിൽ എപ്പോഴും 2 വർഗ്ഗങ്ങളുണ്ട്. അത് സോഷ്യൽ ജസ്റ്റിസ് വക്താക്കളെക്കുറിച്ച് പറഞ്ഞാലും സാമൂഹ്യ നീതിയുടെ ആളുകളെക്കുറിച്ച് പറഞ്ഞാലും അവരും എപ്പോഴും 2 വർഗ്ഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാറ്. അടിച്ചമർത്തപ്പെടുന്നവരും അടിച്ചമർത്തുന്നവരും, ഒപ്രസ്ഡ് ആൻഡ് ദ ഒപ്രസിങ് അല്ലെങ്കിൽ ഒപ്രസർ ക്ലാസ്. അപ്പോൾ ഈ 2 ക്ലാസ്സുകൾ എപ്പോഴും സമൂഹത്തിലുണ്ട്.
സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും വംശീയവും വർഗീയവുമായിട്ടുള്ള ഒക്കെ കുടിയേറ്റപരവും ഒക്കെ ആയിട്ടുള്ള നിരവധി അടിച്ചമർത്തലുകൾ സമൂഹത്തിൽ നടക്കുന്നു. ഇതിൻ്റെ വക്താക്കളായ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചമർത്താനായിട്ട് നിലകൊള്ളുന്ന ഒരു വർഗം അവിടെയുണ്ട്. ഇതിൻ്റെ കീഴിൽ ഞെരിഞ്ഞമരുന്ന അടിച്ചമർത്തപ്പെട്ട മറ്റൊരു സമൂഹം ഉണ്ട്. ഇവർ തമ്മിലാണ് ഈ സമരം നടക്കുന്നത്. ഈ വർഗങ്ങൾ തമ്മിലാണ് സമരം നടക്കുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലാണ് സംഘർഷമുള്ളത്. എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവരെ ഇരകളായാണ് വിശേഷിപ്പിക്കാറ്. അടിച്ചമർത്തുന്നവരെ വേട്ടക്കാരായും വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ പുരുഷനും സ്ത്രീയുമുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചാലും എപ്പോഴും പുരുഷൻ വേട്ടക്കാരൻ്റെ റോളിലാണ്, സ്ത്രീ ആകട്ടെ ഇരയുടെ റോളിലുമാണ്. ഇനി ഒരു നാട്ടുകാരനും കുടിയേറ്റക്കാരനും ഉണ്ടെങ്കിൽ എപ്പോഴും കുടിയേറ്റക്കാരൻ ഇരയുടെ റോളിലാണ്, നാട്ടുകാരൻ വേട്ടക്കാരൻ്റെ റോളിലുമാണ്. ഇങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാനും എല്ലാത്തരം ആളുകളെയും സ്വീകരിക്കുവാനും വെമ്പൽ കൊള്ളുന്ന സമൂഹത്തിൽ നേരെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ വാസ്തവത്തിൽ വേട്ടക്കാരാകും. അവരൊക്കെ അടിച്ചമർത്തുന്ന ആളുകളായിട്ട് മുദ്രകുത്തപ്പെടും. ട്രാൻസ്ജെൻഡർ സമൂഹത്തെക്കുറിച്ച് എടുത്തു നോക്കുക. സാമ്പ്രദായികമായിട്ടുള്ള ലൈംഗിക കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവർ അവർ പഴഞ്ചൻ ആളുകളാണെന്ന് മാത്രമല്ല, അവർ സാമൂഹ്യ വിരുദ്ധരുമാണ്. അവർക്കെപ്പോഴും വേട്ടക്കാരുടെ സ്വരമാണുള്ളത്. ഭിന്ന ലൈംഗിക അഭിരുചികൾ സ്വീകരിക്കുന്നവരെ എതിർക്കുകയും അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുകയും അവരെ നിശബ്ദരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാമ്പ്രദായിക ലൈംഗിക അഭിരുചി പുലർത്തുന്ന സാധാരണക്കാരായ നേരെ ജീവിക്കുന്ന ആളുകളുടെ എപ്പോഴുമുള്ള ശ്രമം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. 50% അതിൽ കൂടുതലോ സ്ത്രീകളുണ്ടല്ലോ സമൂഹത്തിൽ. എന്നാൽ എപ്പോഴും സ്ത്രീകൾ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ടാണ് സ്ത്രീകളെ കണക്കാക്കാറ്. ഇതൊരു വിചിത്രമായിട്ടുള്ള വാദഗതിയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു ശ്രദ്ധേയമായ മാറ്റം നടക്കുകയാണ്. അങ്ങനെ ഇരകൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം ഇരകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിക്ടിംസ് അങ്ങനെ ഓരോരോ കാലങ്ങളിൽ ദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എതിർചേരിയിലുള്ളവർ എപ്പോഴും അധികാര ശ്രേണിയിലുള്ളവരാണ്. അവർ അധ്യാപകരാകാം, മാനേജ്മെൻ്റ് ആകാം, പോലീസാകാം, ഗവൺമെൻറ് ആകാം, സഭയുടെ നേതൃത്വമാകാം, മാതാപിതാക്കളാകാം. ഇവർക്കെല്ലാം എപ്പോഴും വേട്ടക്കാരുടെ വേഷമാണുള്ളത്. ഇരകൾക്ക് നീതി നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ യുവതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതിനായിട്ട് എന്തു ചെയ്യും? അവരതിനായിട്ട് മുന്നേറ്റങ്ങൾ നടത്തും. അങ്ങനെ യുവജന ലോകം ഒരു ആക്ടിവിസ്റ്റുകളുടെ ഒരു ലോകമായിട്ട് മാറുകയാണ്. അവർ പുതിയ ലിസ്റ്റുകൾ പുറത്തുവിടുന്നു. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, സാമൂഹ്യ നീതി നടപ്പാക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി അവരങ്ങനെ കർമ്മരംഗത്തേക്ക് ഉത്സുകതയോടെ ഇറങ്ങുകയാണ്, ആക്ടിവിസ്റ്റുകളായിട്ട് മാറുകയാണ്. ലോകത്തെവിടെ എന്തടിച്ചമർത്തലുകൾ ഉണ്ടായാലും അതിനെതിരെ ക്യാമ്പസുകളിൽ രോഷം പടരുന്നു. ആമസോൺ കാടുകളിൽ തീയിറങ്ങിയാലും, ഓസോൺ പാടുകളിൽ ദ്വാരം വീണാലും, ഷോളയാർ റോഡിൽ കബാലി ആന നാട്ടുകാരെ വിറപ്പിച്ചാലും അവിടെയൊക്കെ അതിനെതിരെ അധികാരവർഗത്തിനെതിരെ സൈനപ്പ് ചെയ്യാൻ, സമരം നയിക്കാൻ, അവർക്കെതിരെ ശബ്ദിക്കാൻ യുവതയുണ്ടാകും. അങ്ങനെ ഇതിനെല്ലാം ഒരു സാമൂഹ്യ നീതിയുടെ കാഴ്ചപ്പാടുകളിലൂടെ, കണ്ണടകളിലൂടെ കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. മറ്റൊരു വശം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവതികളിൽ പലരും, ഇക്കാലത്തെ യുവതികളിൽ പലരും വിവാഹത്തിന് വിമുഖത കാണിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിന് തയ്യാറാകാതെ വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ മുന്നോട്ട് വരുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. നവ മാർക്സിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കണ്ണടകൾ വെച്ച് നോക്കിയാൽ പുരുഷൻ എപ്പോഴും വേട്ടക്കാരൻ്റെ സ്ഥാനത്താണ്, ചൂഷകൻ്റെ സ്ഥാനത്താണ്, മർദ്ദകൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നുള്ളതാണ് പുരുഷവർഗത്തിൻ്റെ എപ്പോഴുമുള്ള ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ചൂഷണ സംവിധാനത്തിൻ്റെ ഭാഗമായാണ് പുരുഷനെ ഇന്നത്തെ സ്ത്രീകൾ, ഇന്നത്തെ യുവതികൾ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എന്നുള്ളത് ഈ ചൂഷണ സംവിധാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമായിട്ട് മാറുകയാണ്. അങ്ങനെ പഴഞ്ചനും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള വിവാഹം എന്നുള്ള സംവിധാനം ഉപയോഗിച്ച് സ്ത്രീയെ ചൂഷണം ചെയ്യുന്ന പുരുഷ മേധാവിത്വ സങ്കല്പങ്ങൾക്കെതിരെ രൂപപ്പെടുന്ന ഒരു സമരമുറ പോലെയാണ് വിവാഹത്തിൽ നിന്നുള്ള വിമുഖത സ്ത്രീകൾ പലപ്പോഴും പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ പുരുഷൻ്റെ ഇഷ്ടത്തിനൊപ്പം ജീവിക്കാനും, അവർക്ക് വേണ്ടി ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വയ്ക്കാനും, അവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും, അവരുടെ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടാനും ഒക്കെ നിന്നുകൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനം, അതിനുവേണ്ടി മേലാളന്മാർ സൃഷ്ടിച്ചെടുത്ത ഒരു സമ്പ്രദായം, അതാണ് വിവാഹം. അപ്പോൾ അതിന് പോയിട്ട് ഞാനെന്തിന് തലവെച്ച് കൊടുക്കണം എന്നുള്ളതാണ് ആധുനിക സ്ത്രീകൾ പലരും ചിന്തിക്കുന്ന ചിന്ത എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാം എന്താണ് കാണുന്നത്? ഒരു സ്വത്വ പ്രതിസന്ധിയുമായാണ്
കൗമാരത്തിൽ നിന്ന് യുവതി യുവാക്കൾ ക്യാമ്പസുകളിലേക്കും ജോലിയിടങ്ങളിലേക്കും പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആരാണ് എന്ന ചോദ്യം, എന്താണ് എൻ്റെ മൂല്യം എന്നുള്ള ചോദ്യം, എവിടെയാണ് എൻ്റെ ഇടം എന്നുള്ള ചോദ്യം, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുമായിട്ട് ക്യാമ്പസിലേക്ക് ചെല്ലുന്ന യുവാക്കളുടെയും യുവതികളുടെയും മുമ്പിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ലോകം അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ എല്ലാത്തിനെയും പുൽകുന്ന, എല്ലാത്തിനെയും ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്ന ഒരു ലോകം അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ്. ആത്യന്തികമായ ശരിതെറ്റുകൾ ഒന്നുമില്ലാത്ത ഒരു ലോകം. എൻ്റെ ശരി എനിക്ക് മാത്രം ബാധകമായ ഒരു കാലം, നിൻ്റെ ശരി നിനക്ക് ബാധകമായ ഒരു ലോകം. അവിടെ എനിക്ക് താല്പര്യമുള്ളത് നടപ്പാക്കാനും എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അവിടെ വിലക്കുകളില്ല. ആരും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്തുകയില്ല. ആർക്കും അതിന് അനുവാദവുമില്ല. അപ്പോൾ ആ ലോകത്ത് ആ വ്യക്തി അവൻ്റെ രാജാവായിട്ട് മാറുകയാണ്. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആത്യന്തിക അളവുകോലുകളായിട്ട് മാറുകയാണ്. പരസ്പര സമ്മതമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചേർന്ന് എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെ തിരുത്താനോ മാറ്റാനോ ഭേദഗതി നിർദ്ദേശിക്കാനോ ആർക്കും അനുവാദമില്ല. ഇങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് സമ്പൂർണ്ണ അനുമതി നൽകിയ ഇടങ്ങളായിട്ട് ഇന്നത്തെ ക്യാമ്പസുകളും യുവതിയുടെ ഒത്തുചേരൽ ഇടങ്ങളും മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള സോഷ്യൽ ജസ്റ്റിസിൻ്റെയും അതുപോലെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നവമാർക്സിസ്റ്റ് സംഘർഷ ആശയങ്ങളുടെയും ഒക്കെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ശക്തമായ വേരോട്ടമുള്ള ചില ആശയങ്ങൾ ഉണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിചാരധാരകൾ, അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട ചില വീക്ഷണങ്ങൾ, ചില വീക്ഷണഗതികൾ, അതാണ് യുവാക്കളുടെയും യുവതികളുടെയും ലോകത്തിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ആശയങ്ങൾ. അവ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് സ്കെപ്റ്റിസിസം എന്നുള്ള ഒരു ചിന്തയാണ്. എന്ന് വെച്ചാൽ അജ്ഞേയതാവാദം എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അതിന് ഉത്തരം കണ്ടെത്തുക അസാധ്യമാണ്. അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെയൊക്കെ പിന്നാലെ പോയി സമയം കളയേണ്ട കാര്യം എന്താണുള്ളത്? എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിച്ചാൽ, ഈ പ്രപഞ്ചം അങ്ങനെ തനിയെ ഉണ്ടായി വന്നതാണോ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന ഒരു വ്യക്തിയുണ്ടോ, ആത്യന്തികമായിട്ടുള്ള ശരിതെറ്റുകളുണ്ടോ, നന്മയുടെ അളവുകോലുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് തിന്മ ഭൂമിയിൽ വരുന്നു, എന്തുകൊണ്ട് മനുഷ്യൻ അക്രമത്തിലേക്കും ജീവിത വ്യതിയാനങ്ങളിലേക്കൊക്കെ കൂപ്പുകുത്തി വീഴുന്നു തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത്തരം പ്രധാനപ്പെട്ടതെന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യങ്ങളെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല എന്നൊരു നിലപാടാണ് ഏറ്റവും നല്ല നിലപാട്. അതിനെയാണ് അജ്ഞേയതാവാദം എന്ന് പറയുന്നത്. ഇല്ലായിരിക്കാം, അതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല, എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ മേൽ സ്വാധീനം ചെലുത്താനായിട്ട് അതിനൊന്നും ഒരു ശേഷിയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു നിലപാട്. അതിനെ ഉയർന്ന തലത്തിലുള്ള ഒരു സ്കെപ്റ്റിസിസമായിട്ട് നമുക്ക് ചിന്തിക്കാം. അജ്ഞേയതയാണ്, എനിക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറവല്ല, അതാണ് യാഥാർത്ഥ്യം എന്നാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പോകുന്ന മറ്റ് പല ആശയങ്ങളുണ്ട്. അത് വേഗത്തിൽ ഞാനൊന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ട്രാൻസ്ജെൻഡർ ആശയങ്ങൾ. LGBTQ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭിന്ന ലൈംഗിക അഭിരുചി സംബന്ധിച്ചുള്ള നിരവധി നിലപാടുകളും നിരവധി ചിന്താഗതികളും ജീവിത രീതികളും ഒക്കെ നമുക്ക് വളരെ വ്യാപകമായിട്ട് യുവാക്കളുടെ ഇടയിൽ വേരോട്ടമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്യൂർ ആശയങ്ങൾ. അപ്പോൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള ലിംഗദ്വയം, ജെൻഡർ ബൈനറി, അതല്ല യാഥാർത്ഥ്യം. അതിൻ്റെ അപ്പുറത്ത് അതിനും ഉപരിയായി നിരവധി ജെൻഡറുകളുണ്ട്. ആ ജെൻഡറുകൾക്ക് വലിയ ഒരു ഫ്ലൂയിഡ് സ്വഭാവമാണുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് ഇവിടേക്കൊക്കെ മാറാൻ സാധിക്കുന്ന രീതിയിൽ അത്രമാത്രം നിയതമല്ലാത്ത രൂപമാണ് ഈ ജെൻഡറുകൾക്കുള്ളത്. ഹീറ്റ്റോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വാഭാവിക സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് ഒരു തികച്ചും പഴഞ്ചനായ ആശയമാണ്. അതിൻ്റെ അപ്പുറത്തുള്ള പല തരത്തിലും പല തലങ്ങളിലുമുള്ള ലൈംഗിക സാധ്യതകൾ, ലൈംഗിക ബന്ധങ്ങളുടെ, അടുപ്പങ്ങളുടെ, ജീവിത രീതികളുടെ ഒക്കെ സാധ്യതകൾ മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. അത് ഉപയോഗിക്കുകയും കണ്ടെത്തുകയും ആസ്വദിക്കുകയും ചെയ്യണം. അല്ലാതെ പഴയ സാമുദായിക സാമ്പ്രദായിക രീതികൾക്കനുസരിച്ച് ഉണ്ടാക്കി വെച്ച രൂപക്കൂട്ടുകളുടെ ഉള്ളിലുള്ള പ്രത്യേകമായ പഴയ രീതികൾ, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ആശയധാര സമൂഹത്തിൻ്റെ നടുവിൽ ഇന്ന് വളരെ ശക്തമായ രീതിയിൽ വേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ മറ്റൊരു ചിന്താഗതിയാണ് പ്ലൂറലിസം അഥവാ ബഹുസ്വരത എന്നുള്ള ആശയം. എന്ന് വെച്ചാൽ ഏതെങ്കിലും മതത്തിന്, ജീവിത രീതിക്ക്, ജീവിത വീക്ഷണത്തിന് ഒന്നും എന്തെങ്കിലും മേൽക്കൈയുണ്ട് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വിശ്വാസങ്ങളും എല്ലാ മതങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്, അതിൻ്റെ എല്ലാം പ്രസക്തിയും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിന് കുറച്ചുകൂടി പ്രസക്തി കൂടുതലാണെന്നോ മറ്റതിന് കുറച്ച് പ്രസക്തി കുറവാണെന്നോ ചിന്തിച്ച് ഒന്നിനെയും അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരുപോലെ തന്നെ സ്വീകാര്യമാണ്. അപ്പോൾ എത്ര വിചിത്രമായിക്കൊള്ളട്ടെ, എത്രമാത്രം ആശയപരമായി ചേരാത്തതും ഇൻറ്റേണലായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആശയങ്ങൾ ഉള്ളതായാൽ പോലും അവയൊക്കെ നമുക്ക് സ്വീകരിക്കാം. കാരണം ബഹുസ്വരത എല്ലാത്തിനെയും ഒരുപോലെ ആശ്ലേഷം ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ്. മറ്റൊരു ചിന്ത പ്രാഗ്മാറ്റിസം എന്നുള്ള ചിന്തയാണ്. നാലാമത്തെ ആശയം പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രായോഗികതാവാദം എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചോ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചോ അല്ല, ആ കാര്യം ചെയ്താൽ ഗുണമുണ്ടോ, അതുകൊണ്ട് സന്തോഷമുണ്ടോ, എനിക്കത് തൃപ്തി തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു കാര്യം അതിനെ ധാർമ്മികം അധാർമികം എന്നുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുന്നതിന് പകരം ഗുണമോ സന്തോഷമോ തൃപ്തിയോ നൽകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ തീരുമാനമാണത്. ആ വ്യക്തിക്ക് സന്തോഷം നൽകുന്നുവെങ്കിൽ, അവന് ഇഷ്ടം അതുണ്ടാകുന്നുവെങ്കിൽ, അവൻ അതുകൊണ്ട് തൃപ്തി ഉണ്ടാകുന്നുവെങ്കിൽ, അവൻ അതിനെ ആസ്വദിക്കുന്നുവെങ്കിൽ, അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ കാര്യമായിട്ടൊന്നും ഹനിക്കുന്നില്ലെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. അതാണ് പ്രായോഗികതയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം ഹയർ ക്രിറ്റിസിസം, ഡീകൺസ്ട്രക്ഷനിസം തുടങ്ങിയ ആശയങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു പുസ്തകത്തെ സമീപിക്കുമ്പോൾ, പ്രത്യേകിച്ച് മതഗ്രന്ഥങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിനെ സമീപിക്കുമ്പോൾ, അത് ഇന്നത്തെ കാലത്ത് മറ്റ് പുസ്തകങ്ങളെ പോലെ തന്നെ സമീപിക്കുകയും എന്നാൽ അതിൻ്റെ ആസ്വാദനം അനുവാചകൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത് എന്നത് വലിയ പ്രസക്തിയുടെ വിഷയമല്ല. എഴുത്തുകാരൻ്റെ ആശയം, എഴുത്തുകാരൻ നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന കാര്യം എന്നുള്ളത് അപ്രസക്തമാണ്. അതിനു പകരം എനിക്കതിൽ നിന്ന് എന്ത് കിട്ടുന്നു, എന്താണ് എൻ്റെ ചിന്ത, എൻ്റെ ആസ്വാദനം എന്താണ്, എനിക്കതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലായെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം, എനിക്കതിനെക്കുറിച്ച് വേറൊരു രീതിയിൽ മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കാം. മറ്റൊരാൾ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ മറ്റൊരു കാര്യം അതിൽ നിന്ന് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാം. കാരണം അനുവാചകൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് വ്യാഖ്യാനം ഇരിക്കുന്നത്, ആശയങ്ങൾ അതിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ചിന്ത. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഒരു ഐതിഹ്യ പുസ്തകമായോ ഒരു മിത്തുകളുടെ ഒരു കൂട്ടമായോ ഒക്കെ ചിന്തിക്കുകയും അതിൻ്റെ ചില ധാർമ്മിക പ്രമാണങ്ങൾ, ചില മോറൽ പ്രിൻസിപ്പിൾസ് അതിൽ നിന്ന് എടുത്താൽ മതി എന്ന് ചിന്തിക്കുകയും അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനോ ജീവിതത്തിൻ്റെ വീക്ഷണഗതിയെ, കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതായിട്ട് അതിനെ പരിഗണിക്കാനോ ഒന്നും ആവശ്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത, ആറാമത്തേത് ആക്ടിവിസം എന്നുള്ളതാണ്. ഉത്സുകതയാണ്, ഔത്സുക്യമുള്ള ആളുകളാണ് ഇന്നത്തെ ക്യാമ്പസിലുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. എന്ന് വെച്ചാൽ മാറ്റങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തതകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ വേണ്ടി അവർ തയ്യാറായി വരികയാണ്. അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരകൾക്ക് വേണ്ടി അവർ ഘോരം പ്രസംഗിക്കുകയാണ്. അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ്, സൈനപ്പ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഫണ്ട് കളക്ഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമ്പയിനിങ് ആണെങ്കിൽ അങ്ങനെ, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ, ഹാഷ്ടാഗുകളിലൂടെ അങ്ങനെ വളരെ ഒരു ഔത്സുക്യം കാണിക്കുന്ന, ഇറങ്ങി പുറപ്പെടുന്ന, സമരോത്സുകമായ ആക്ടിവിസ്റ്റിക് മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ, അതും ക്യാമ്പസിൻ്റെയും യുവതയുടെയും പ്രത്യേകതയായിട്ട് മാറുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏഴാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് സയൻറ്റിസം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശാസ്ത്രമതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം, ശാസ്ത്രവിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് ശാസ്ത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അവസാനത്തെ വാക്ക് എന്ന് ചിന്തിക്കുക. ഇതിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്, സയൻസ് ഇങ്ങനെ പറയുന്നു എന്നുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്ന പ്രസ്താവനകളാണ്. എന്ന് വെച്ചാൽ സയൻസ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അത് ശരി എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സയൻസ് ഒന്നിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സയൻസ് ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സയൻസ് ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നു എന്നതേ ഉള്ളൂ. പറയുന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അപഗ്രഥിക്കാൻ ശ്രമിക്കുന്ന സയൻറ്റിസ്റ്റുകളാണ്. അവരുടെ നിഗമനങ്ങളാണ് ശാസ്ത്രം പറയുന്നു എന്നുള്ള ആ രൂപത്തിൽ, ആ ധ്വനിയോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വെച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് സയൻറ്റിസം. വാസ്തവത്തിൽ സയൻസ് എല്ലാത്തിനെയും കുറിച്ചുള്ള ശാസ്ത്രപരമായ കണ്ടെത്തലുകളാണ്, അത് തെളിവുകളാണ്.
എവിഡൻസുകളാണ്. ആ എവിഡൻസുകളെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈ വ്യാഖ്യാനം നടത്തുന്നത് മനുഷ്യനാണ്. സയൻസിനെ കുറിച്ചാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാണ്, സയൻറ്റിസ്റ്റുകളാണ്, ഏത് മേഖലയിലായാലും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളാണ്. അവരാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ആ അഭിപ്രായം അവർ കാണുകയും കേൾക്കുകയും അവർ നിരീക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടേതായ നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങളിലേക്ക് അവരെ നയിക്കുന്നത് അവരുടെ ലോകവീക്ഷണമാണ്, അല്ലാതെ പലപ്പോഴും കണ്ടെത്തിയ സത്യങ്ങളല്ല. അതിന് ഒരുപാട് തെളിവുകൾ ഇന്നത്തെ ആധുനിക ലോകത്തുണ്ട്. പ്രത്യേകിച്ച് LGBTQ തുടങ്ങിയ ക്വീർ ആശയങ്ങളുണ്ടല്ലോ. ഈ ആശയങ്ങളുടെയൊക്കെ പിന്നിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ട് എന്നുള്ള അവകാശവാദം ധാരാളം ഉയർന്നു കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യ ലൈംഗികതയെക്കുറിച്ച്, ലൈംഗിക അഭിരുചികളെക്കുറിച്ച്, ലൈംഗിക തൃപ്തിയെക്കുറിച്ചൊക്കെ നടത്തിയ പഠനങ്ങൾ, ആധികാരിക പഠനങ്ങൾ എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന നിരവധി പഠനങ്ങളുണ്ട്. കിൻസി സ്റ്റഡീസ് എന്ന് പറയുന്ന 1-2 പഠനങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട, വളരെ കുട്ടിഘോഷിക്കുന്ന പഠനങ്ങളാണ്. അതേപോലെ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന പഠനങ്ങളുണ്ട്. അതേപോലെ ജോൺ മണി തുടങ്ങിയ ഡോക്ടർമാർ നടത്തിയ ചില പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളൊക്കെ ശാസ്ത്രീയമായ രീതിയിലോ ശാസ്ത്രത്തിൻ്റെ നിയതമായ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടോ നടത്തിയ പഠനങ്ങളേ അല്ല. അവ വളരെ പ്രത്യേക താല്പര്യത്തോടെ, പ്രത്യേക ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ഒരു പാരഡൈമിൻ്റെ ഉള്ളിൽ നടത്തിയ പഠനങ്ങളാണ്. അത് പിൽക്കാലത്ത് തെളിയിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും കിൻസി സ്റ്റഡീസും മാസ്റ്റേഴ്സിൻ്റെ സ്റ്റഡീസും ജോൺ മണിയുടെ സ്റ്റഡീസും പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ആധികാരികം എന്നാളുകൾ വിശ്വസിക്കുന്നു. കാരണം അത് ശാസ്ത്രമാണ് പറഞ്ഞത് എന്നാണ് അതിനെക്കുറിച്ച് എപ്പോഴും അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ശാസ്ത്രീയമല്ല. ശാസ്ത്ര സംബന്ധമായ നിരവധി അബദ്ധങ്ങൾ ആ നിരീക്ഷണങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ വീക്ഷണങ്ങളാണ് അതിലൂടെ അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ അവതരിപ്പിക്കുന്നത് വഴി അതിന് വലിയ സ്വീകാര്യത കിട്ടുകയാണ്. അപ്പോൾ ആ ആശയമാണ് സയൻറ്റിസം എന്ന് പറയുന്ന ആശയം. ഇതുപോലെ തന്നെ മറ്റൊരു ചിന്താഗതി, നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ചിന്താഗതി എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. എന്ന് വെച്ചാൽ വിവേചനങ്ങൾ അങ്ങനെ പല തലത്തിലുണ്ട്. വിവേചനങ്ങൾ ഒരു തരത്തിലല്ല, ഒരാളുടെ പ്രത്യേകത അനുസരിച്ച് അവൻ കടന്നു വന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ പല തലത്തിലും പല തരത്തിലുമുള്ള വിവേചനങ്ങളുടെ അടരുകൾ അവൻ്റെ മേലുണ്ട്. അതിനെയാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥയുള്ള നാടായതുകൊണ്ട് ഒരു താഴ്ന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളതെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജാതിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി കുറച്ച് നിറം കൊണ്ട് കുറച്ച് നിറം കുറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, കുറച്ചുകൂടി ബ്രൗൺ ത്വക്കുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അവൻ പഠിക്കാൻ കുറച്ച് സാമർഥ്യം കുറഞ്ഞവനാണെങ്കിൽ, ഇതെല്ലാം അവൻ്റെ അടിച്ചമർത്തലുകളുടെ അടരുകളായിട്ട് മാറുകയാണ്. അവൻ്റെ ജാതി, അതുപോലെ തന്നെ അവൻ്റെ തൊലിയുടെ നിറം, അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത, അവൻ്റെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വൈകല്യങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വൈകല്യം, സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അടര് കൂടി കൂടുന്നു. അങ്ങനെ നിരവധി അടരുകളുള്ള, നിരവധി ലെയറുകളുള്ള വിവേചനങ്ങൾ അവരുടെ മേൽ കിടക്കുന്നു. അപ്പോൾ ഈ വിവേചനങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാം ആകെത്തുകയാണ് ഈ വ്യക്തി അനുഭവിക്കുന്ന വലിയ വിവേചനം എന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു വിഭജനവും വലിയ തോതിലുള്ള ഒരു വർഗ സമരവും എല്ലാ ലോകത്തുമുണ്ട് എന്നും മനുഷ്യരുടെ ഇടയിലുണ്ട് എന്നും മനുഷ്യ നിലകൊള്ളുന്നു എന്നും ഒക്കെ ചിന്തിക്കുന്ന ആശയങ്ങളാണ് ഇന്ന് യുവജനങ്ങളുടെ ഇടയിലും ക്യാമ്പസിലും വളരെ ശക്തമായ സ്വാധീനം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ യുവാക്കളുടെ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ഏത് സമീപനമാണ് ഗുണകരം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവ നമ്മുടെ യുവതലമുറയെ സ്വാധീനിക്കാതെ അവരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം അവർ ജീവിക്കുന്ന ഈ സമൂഹത്തിലാണ്. പ്രത്യേകിച്ച് ആശയങ്ങൾ എപ്പോഴും മുതിർന്നവരിൽ തന്നെയല്ല കേൾക്കുക. അവർക്ക്, യുവാക്കൾക്ക്, കൗമാരക്കാർക്ക് ഒക്കെ ആശയങ്ങൾ എത്തുന്നത് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളിലൂടെയാണ്. ഏറ്റവും അധികം ആശയങ്ങൾ
അവരെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തടയാൻ സാധിക്കുകയില്ല. പക്ഷെ മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇത്തരം ആശയഗതികൾ ചുറ്റും നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യത്തോടെ അതിനെക്കുറിച്ച് അറിവുള്ള മുതിർന്നവർ കൗമാരക്കാരോടും യൗവനക്കാരോടും സംസാരിക്കുകയും ഇടപെടുകയും വേണം. അവരെ ഇത്തരം ആശയങ്ങളിൽ നിന്ന് എപ്പോഴും സംരക്ഷിച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമ്മളൊരിക്കലും ചിന്തിക്കരുത്. അതിനുവേണ്ടി അവരെ സജ്ജരാക്കുകയാണ് മുൻകൂട്ടി നാം ചെയ്യേണ്ടത്. അപ്പോൾ അവരെ അങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരം ആശയങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള വൃഥാ ചിന്തയിൽ നാം ഇരിക്കരുത്. അവരോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് ഇത്തരം വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുക. അത് നമ്മുടെ വലിയൊരു ധർമ്മമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേരണം. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഒരു ഡയലോഗിൽ ഏർപ്പെടണം. എന്ന് വെച്ചാൽ കേവലം ചില കാര്യങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, അവർക്കും ചോദിക്കാനും അവർക്കും സംശയങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടമാക്കാനും സാധിക്കുന്ന, ഇരുവശത്തേക്കും ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു ഡയലോഗിൻ്റെ രീതി നാം ഇക്കാര്യത്തിൽ പിന്തുടരണം. ഞാനീ പറയുന്ന ആശയങ്ങൾ ക്യാമ്പസുകളിലും യുവജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറഞ്ഞു വെച്ച ആശയങ്ങൾ ഞാൻ കടമെടുത്തതാണ്. അവർക്ക് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് ഫ്രാങ്ക് ട്യൂറക് പോലെയുള്ള ആളുകൾ, അതേപോലെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള മറ്റ് വ്യക്തികൾ, അവർ പറഞ്ഞു വെച്ച ചില ആശയങ്ങളാണ് ഞാനിതിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് വയ്ക്കുന്നത്. നമുക്കെപ്പോഴും ഉത്തരമുണ്ടാകണം എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെല്ലാത്തിനും ഉത്തരം നൽകാനായിട്ട് കഴിയണമെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാകുകയില്ല. അത് തുറന്ന് സമ്മതിക്കുന്നതിന് നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ അത് സത്യമായതുകൊണ്ടല്ലേ ഇത്രയും ആളുകൾ ഇത് വിശ്വസിക്കുന്നത് എന്ന് ഉള്ള ഒരു വാദഗതി നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെ ആവണമെന്നില്ല. ആളുകൾ ഒരു കാര്യം വിശ്വസിക്കുന്നത് സത്യമായതുകൊണ്ടല്ല, അങ്ങനെ വിശ്വസിക്കാനായിട്ടാണ് അവരുടെ ലോകവീക്ഷണം അവരെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ സത്യത്തേക്കാൾ അവരുടെ ലോകവീക്ഷണം, അവർ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ കാണുന്നു, ഏത് കണ്ണിലൂടെ കാണുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിലേക്കും അതിനെ ആശ്ലേഷിക്കുന്നതിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ക്യാമ്പസിലുള്ള മുഴുവൻ ആളുകൾ, ഈ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഈ കാര്യം ശരിയെന്ന് പറയുന്നു, അതുകൊണ്ടത് ശരിയാവും എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതിൻ്റെ പിന്നിലുള്ള ആശയത്തെ വേർതിരിച്ചറിയാനായിട്ട് പ്രാപ്തിയുള്ളവരാക്കി യുവാക്കളെയും യുവതികളെയും തീർക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഇത്തരം സംഘർഷങ്ങൾ നിറയുന്ന, ആശയപരമായ സംഘർഷങ്ങൾ നിറയുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ യുവാക്കളോടും യുവതികളോടും സമാന ആശയമുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് പ്രോത്സാഹനം നൽകണം. ഒറ്റയ്ക്ക് നിൽക്കുക എളുപ്പമായി തീരുകയില്ല. ഇത്തരം സമാന ചിന്താഗതിയുള്ള, ലോകവീക്ഷണമുള്ള, വിശ്വാസമുള്ള ആളുകൾ ഒരു കൂട്ടമായി നിന്നാൽ അവർക്ക് കുറേയും കൂടി ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും എന്നതിന് സംശയമില്ല. ഈ മോഡേൺ സെൽഫ് അല്ലെങ്കിൽ ആധുനിക സ്വത്വം എന്ന് പറയുന്ന ഈ ആശയം, അത് മുന്നോട്ട് വയ്ക്കുന്ന വളരെ വിപ്ലവകരവും ആസ്വാദ്യകരവുമായ ഒരു ലോകം, ആ ലോകത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയാതെ മുതിർന്നവർ അതിൽ നിന്ന് പിൻവാങ്ങിപ്പോകുമ്പോൾ ഇതിനെ ഇരുകൈ നീട്ടി ആശ്ലേഷിക്കുന്ന ഒരു പുതിയ തലമുറ അങ്ങനെ മറുവശത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് ഓർവെൽ എഴുതിയ വളരെ ക്ലാസിക്കലായൊരു പുസ്തകമുണ്ട്, 1984 എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിനെ കുറിച്ച് പറഞ്ഞു. ഒരു സമഗ്ര അധികാരമുള്ള ഒരു അധികാര കേന്ദ്രം, ഒരു ഭരണകൂടം വരികയും അത് മറ്റുള്ളവരെല്ലാം കീഴടക്കി അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിന് പിന്നാലെ വന്ന ആൾഡസ് ഹക്സ്ലി, അദ്ദേഹം ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞൊരു പുതിയ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയത് സുഖലോലുപതയുടെ ഒരു പുതിയ ലോകക്രമം വരാൻ പോകുന്നു. അത് മറ്റുള്ള എല്ലാ അധികാര കേന്ദ്രങ്ങളെയും മാറ്റിവെച്ചിട്ട് ആസ്വാദനവും സുഖലോലുപതയും പകരുന്ന ഒരു പുതിയ ജീവിത രീതി ലോകത്തിന് സമ്മാനിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് രണ്ടും ചേർന്ന ഒരു ലോകമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ അധികാരം ഉണ്ട് ഒരു വശത്ത്, ആ അധികാരം
സാമ്പ്രദായിക അധികാരക്രമങ്ങൾക്കുള്ള അധികാരമല്ല, അത് ചില ടെക് ഭീമന്മാർ കൈയടക്കി വെച്ച അധികാരമാണ്. സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന, അതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ചില ടെക് ഭീമന്മാർ അവരുടെ പ്രത്യേകമായിട്ട് അൽഗോരിതംസ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ആശയങ്ങളുടെ ഒരു അധികാര ശ്രേണിയുണ്ട്. അതൊരു ടോട്ടാലിറ്റേറിയൻ ഭരണം തന്നെയാണ് വാസ്തവത്തിൽ. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പുറത്താക്കും, അവരോട് ചേരാത്തവരെ അവർ ബാൻ ചെയ്യും, അവർക്ക് അത്തരം പ്ലാറ്റ്ഫോമുകൾ നിഷേധിച്ചും അവർ അങ്ങനെ ഇടപെടും. അങ്ങനെ അധികാരം അതിൻ്റെ ഏറ്റവും ശക്തമായ തലങ്ങളിലൂടെ അവർ പ്രയോഗിക്കും. അങ്ങനെ ഒരു അധികാര ശ്രേണി രൂപപ്പെടുത്തും. എന്നാൽ അതിൻ്റെ മറുവശത്ത് അവർ ഓഫർ ചെയ്യുന്നത്, അവർ വാഗ്ദാനം ചെയ്യുന്നത് എല്ലാവിധ ആസ്വാദനത്തിനും സുഖലോലുപതയ്ക്കും ഇടമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ്, ഒരു ജീവിതത്തെക്കുറിച്ചാണ്. അവിടെ നിയമങ്ങളില്ല, നിയന്താവില്ല, അവിടെ മോറൽ അബ്സല്യൂട്ടുകളില്ല, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വശത്ത് നിയന്ത്രണം കൈയാളുന്ന അധികാരങ്ങളുള്ള ഒരു കൂട്ടം വ്യവസ്ഥിതിയും അവർ മറുവശത്ത് എല്ലാവിധ ആസ്വാദനം ഓഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിടിയിൽ അമർന്നു പോകുന്ന ഒരു യുവതലമുറ നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ കാണണം, അവരുടെ മുമ്പിലുള്ള വലിയ പ്രതിസന്ധി നാം തിരിച്ചറിയണം, അതിനോട് ഏറ്റവും ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണം. അതിനിനിയും വൈകിക്കൂടാ, അതിനിനിയും നാം സജ്ജരാകേണ്ടത് ആവശ്യമാണ്. ആ ആഹ്വാനത്തോടു കൂടി ഞാൻ നിർത്തട്ടെ.